എൻ്റെ പേര് റോബി എന്നാണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. എക്സൈസിൽ ഇപ്പോൾ പ്രിവൻറ്റീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഒരു സോളാർ എടുക്കുക എന്നൊരു ആശയം എനിക്ക് മനസ്സിൽ വന്നത് രണ്ട് അടിസ്ഥാനത്തിലാണ് വന്നത്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പുതിയൊരു വീട് വെച്ച സമയത്ത് വന്നൊരു കറണ്ട് ചാർജിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതിലൂടെയൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയിരുന്നു മനസ്സിൽ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഫണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്നൊരു എന്ന രീതിയിലാണ് ഞാൻ സോളാർ പ്ലാൻ ചെയ്തത്. സോളാർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സെറ്റനായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്, ഞാൻ നേരത്തെ തൊട്ട് കാണുന്ന ആളാണ് അഖിൽ. അവരുടെ ഫാമിലിയായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അഖിലിനെ ഒരു ദിവസം കണ്ടു, അഖിലിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അഖിൽ വന്ന് ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ തമ്മിൽ സെറ്റായി. പിന്നീട് ഫണ്ടിന് വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. ഫണ്ടിന് വേണ്ടി കുറച്ച് നാൾ ഡിലേ ചെയ്തിട്ട് ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്തതിന് ശേഷം അഖിലിനെ വിളിച്ചു. അവർ വന്ന് നല്ല രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഒരു ആപ്ലിക്കേഷനിലൂടെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളും പ്രൊഡക്ഷനും എല്ലാം നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജോലിയുടെ തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ടൊക്കെ പലപ്പോഴും എനിക്ക് എല്ലായ്പ്പോഴും നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഒരു ദിവസം എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അഖിൽ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. ഒരു 3 മണി മുതലുള്ള ഒരു സമയത്ത് പ്രൊഡക്ഷൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാനതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചത്. ഇപ്പോൾ തന്നെ അവർ വന്നത് രണ്ടാമതൊന്നുകൂടി സെറ്റ് ചെയ്ത് അത് കുറച്ചുകൂടി പ്രൊഡക്ഷനുള്ള രീതിയിലേക്ക് ഇത് ഒരു ഷെയ്ഡ് അടിക്കുന്നതായിരുന്നു. പക്ഷേ അവരത് നോക്കിയിരുന്നുകൊണ്ടാണ് അവർക്കത് മനസ്സിലായത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം അത് ചെയ്തു. നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായി എനിക്കൊരു ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എനിക്കൊരു വെഹിക്കിളുണ്ട്. അല്ലാതെ ഒരു ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന റേഞ്ചാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് വൈഫിന് വേണ്ടിയിട്ട്. ഈ മാസം തന്നെ അത് ഞാൻ ഇറക്കുകയാണ്. അപ്പോൾ സോളാർ കൊണ്ടുള്ള എൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമുക്ക് സാമ്പത്തികപരമായി മാത്രമല്ല സാമൂഹ്യപരമായൊരു പ്രതിബദ്ധത കൂടി നമുക്ക് ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ ഇതൊരു വലിയൊരു ഉപകാരപ്രദമായിട്ട് തോന്നി. മറ്റുള്ളവരും ഇതൊരു ശീലമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇലക്ട്രിക് മേഖലയിലും മറ്റുമുള്ള ഉപകരണങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റുള്ള ഇലക്ട്രിക് ഉപഭോഗങ്ങൾ വർദ്ധിക്കുകയും അത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർ വ്യക്തികൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. സോളാർ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം.